Hi and welcome to another video from the site CSIs. ഇന്ന് ഗൂഗിൾ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസ് അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കറിയാം ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് നമ്മുടെ ഫോണുകളിലൊക്കെ ഉണ്ടാവും. അത് ആക്ച്വലി പണ്ട് അവരുടെ ഒരു വെബ് സർവീസ് മാത്രമായിരുന്നു, പിന്നീട് ഫോണിലേക്കൊക്കെ വന്നതാണ്. ഗൂഗിൾ ഫോട്ടോസ് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പിക്ചേഴ്സ് വീഡിയോസൊക്കെ ക്ലൗഡിൽ അപ്ലോഡ് ചെയ്ത് ഗൂഗിളിൻ്റെ സെർവേഴ്സിൽ അപ്ലോഡ് ചെയ്യാനുള്ളൊരു സർവീസാണ്. അതിപ്പോൾ ആപ്പായിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിലുണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. photos.google.com പോയാൽ നമുക്ക് വെബ്സൈറ്റും കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒറിജിനൽ ക്വാളിറ്റിയിൽ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ്, അല്ലെങ്കിൽ ക്യാമറയിലുള്ള ഫോട്ടോസൊക്കെ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ക്വാളിറ്റി കുറച്ച്, അതായത് അതിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ബെസ്റ്റ്, ഹൈ, മീഡിയം, ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഇതുവരെയുള്ള പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി, അതായത് ഒറിജിനൽ ക്വാളിറ്റീൻ്റെ നേരെ താഴെ വരുന്ന ഹൈ ക്വാളിറ്റി, അതായത് ഗൂഗിൾ മാക്സിമം ഗൂഗിൾ കംപ്രസ് ചെയ്യും ഇമേജും വീഡിയോസും, പക്ഷേ അത് നല്ലൊരു ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ കംപ്രസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യും. അങ്ങനെ ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സ്റ്റോർ ചെയ്യുന്ന വീഡിയോസും ഫോട്ടോസും അൺലിമിറ്റഡ് സ്റ്റോറേജ് ആയിരുന്നു. അതായത് ഒരു ലിമിറ്റും ഇല്ല, നമുക്ക് എത്ര വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. നേരെ മറിച്ച് ബെസ്റ്റ് ക്വാളിറ്റി, അതായത് ഒറിജിനൽ ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ 15 GB പെർ അക്കൗണ്ട്, അതായത് ഒരു ഇമെയിൽ അക്കൗണ്ട്, ജിമെയിൽ അക്കൗണ്ടിന് 15 GB ആണ് ലിമിറ്റ്. ആ 15 GB പറഞ്ഞാൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടും ഒക്കെ വരും, ഗൂഗിൾ ഡ്രൈവും വലിയ അടക്കമാണ് 15 GB വരിക. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഫോണൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഫോട്ടോ തന്നെ ചുരുങ്ങിയതൊരു 3 MB ഉണ്ടാവും. 64 megapixel ഒറിജിനൽ എടുക്കുകയാണെങ്കിൽ 20 MB ഒക്കെ ഉണ്ടാവും ചെയ്യും ചുരുങ്ങിയത്. അപ്പോൾ നമ്മുടെ 15 GB പെട്ടെന്ന് അറിയാം. അപ്പോൾ എല്ലാവരും ഹൈ ക്വാളിറ്റിയിലാണ് നോർമലി അപ്ലോഡ് ചെയ്യൽ. നമുക്ക് കൂടുതൽ സ്റ്റോറേജ് വാങ്ങാം, അതായത് കൂടുതൽ GB വാങ്ങാം, പക്ഷേ അതിന് മാസം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുക്കണം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും ഫോണിൽ സ്പേസൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഗൂഗിൾ ഫോട്ടോസാണ് പലരും. ഞാനൊരു 3-4 വർഷമായിട്ട് ഗൂഗിൾ ഫോട്ടോസിലാണ്. അതാകുമ്പോൾ സുഖം എന്താ വെച്ചാൽ നമുക്ക് ജസ്റ്റ് ചെറിയൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോസൊക്കെ അപ്പം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ആ ഫോട്ടോസ് ഡിവൈസിൽ നിന്ന് ഡിലീറ്റ് ചെയ്താലും നമുക്കത് പിന്നീട് ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് എവിടെ നിന്നും ചെയ്യാം, ഏത് ഡിവൈസിൽ നിന്നും ചെയ്യാം, ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ മെമ്മറീസും ഫോട്ടോസൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ജൂൺ 1, 2021 മുതൽ അത് മാറാൻ പോവുകയാണ്. അവരിനി ഫ്രീ നിർത്താൻ പോവുകയാണ്. അത് വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം ജൂൺ 2021 മുതൽ ഈ 15 GB നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ നമ്മൾ ഏത് ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും. അപ്പോൾ അതിനർത്ഥം എന്താ വെച്ചാൽ നമുക്കിനി അധികം കാലം ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ അതിലൊരു സമാധാനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ജൂൺ 1 വരെ, അതായത് 2021 ജൂൺ 1 വരെ ചെയ്യുന്ന അപ്ലോഡുകളൊക്കെ, ഹൈ ക്വാളിറ്റിയിൽ ചെയ്യുന്ന അപ്ലോഡുകളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അതൊന്നും സ്റ്റോറേജിൽ കണക്കാക്കില്ല. അതൊക്കെ നമ്മുടെ അൺലിമിറ്റഡ് ഫ്രീ അപ്ലോഡിൽ ഉൾപ്പെടുന്നതാണ്. അതിന് ശേഷം ചെയ്യുന്നതേ ഈ 15 GB കണക്കാക്കുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടി സെലക്റ്റീവായിട്ട് അപ്ലോഡ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു അപ്ലോഡിങ് പ്ലാറ്റ്ഫോം മാത്രമല്ല, നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്യാൻ മാത്രമല്ല, അതിൻ്റെ AI, അതിൻ്റെ അൽഗോറിതം ഒക്കെ വളരെ പവർഫുള്ളാണ്. നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് തരുന്നുണ്ട്. നമുക്ക് ആൾക്കാരുടെ മുഖം വെച്ചിട്ട് സോർട്ട് ചെയ്യാൻ പറ്റും സാധനങ്ങൾ. ഇന്നിപ്പം ഫോട്ടോസിൽ നിന്ന് എടുക്കണമെങ്കിൽ കാറിൽ നിന്ന് അടിച്ചു കൊടുത്താൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസിലുള്ള കാറുകളുള്ള വീഡിയോസും ഫോട്ടോസും എടുത്തു തരും. ആളെ പേരടിച്ചെടുത്താൽ അത് കിട്ടും. നമ്മൾ പോയ സ്ഥലങ്ങൾ അടിച്ചു കൊടുത്താൽ ആ സ്ഥലത്ത് ഓരോ വർഷം പോയപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ കാണിച്ചു തരും. അങ്ങനെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഉണ്ട് അതിൽ. പിന്നെ ഓരോ വർഷവും നമുക്ക് മെമ്മറീസ് കാണിച്ചു തരും. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം പോയ സ്ഥലം, ഇന്ന ദിവസങ്ങൾ ഇവിടെയൊക്കെ പോയിന്, അപ്പോൾ അതിൽ എവിടെയൊക്കെ പോയത് അതിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു തരും. അതുപോലെ അവർ തന്നെ ഓട്ടോമാറ്റിക്കലി വീഡിയോസ്, ആനിമേഷൻസ് ഒക്കെ ഉണ്ടാക്കി, ആൽബമൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരും. ഇന്നത്തെ ദിവസത്തെ മെമ്മറീസ് ഇതാണെന്നും പറഞ്ഞിട്ട് ഇന്ന ഡേറ്റിൽ. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എൻ്റെ മോൻ്റെ ഒക്കെ ജനിച്ച ടൈമിലുള്ള ഫോട്ടോ ഇപ്പോൾ ഒരു 3 വയസ്സാവാനായി അവനക്ക്. അപ്പോൾ അന്നുള്ളതും കമ്പയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ അവരുണ്ടാക്കി കാണിച്ചു തരും, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള കാണിച്ചു തരും. മക്കൾ എത്ര പെട്ടെന്നാണ് വലുതാകുന്നതെന്നൊക്കെ പറഞ്ഞ് ടൈറ്റിലൊക്കെ വെച്ചിട്ട്. പിന്നെ ഒരുപാട് എഫക്റ്റുകൾ, കളർ പോപ്പ്, പിന്നെ സ്റ്റൈലൈസ്ഡ് ഫോട്ടോസൊക്കെ ഗൂഗിളിൻ്റെ AI തന്നെ ഓട്ടോമാറ്റിക്കലി എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ, അത് പറഞ്ഞാൽ
മീഡിയോക്കർ എഡിറ്റിംഗ് ഒന്നുമല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എഡിറ്റിംഗ് ആണ് ഗൂഗിൾ താനേ ചെയ്തു തരുന്നത്. അത്രയും പവർഫുള്ളാണ് ഗൂഗിളിൻ്റെ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഗൂഗിൾ ഫോട്ടോസ് യൂസ് ചെയ്യണവർക്ക് മനസ്സിലാവും ശരിക്കും. പിന്നെ ഫേസ് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി കാറ്റഗറൈസ് ചെയ്യുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. നമുക്ക് ഓരോ ഫേസിനും ഓരോ പേര് കൊടുത്തു വെക്കാം. ഇപ്പം എൻ്റേത് ബാഹിർന്ന് കൊടുക്കും, ബാക്കിയുള്ളത് അയാൻ, ഐമൻ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്താൽ ഇതുവരെയുള്ള അവരുടെ ഫോട്ടോസ് കാണിച്ചു തരും. ഇനിയിപ്പോൾ അവർക്ക് ചില ഡൗട്ടുള്ള ഫോട്ടോസ് നമ്മളോട് ചോദിക്കും, ഇവരെന്നാണോ ഇത് എന്നുള്ളത്. നമുക്ക് യെസ് ഓർ നോ സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഉള്ള ഒരു സാധനം കൂടിയാണ് ഗൂഗിൾ ഫോട്ടോസ്. അപ്പോൾ ഇനിയും ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടിയാണ് ഈ വീഡിയോ. ജൂൺ വരെ ടൈം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങിയാലും മതി. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി ഫോണിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഫോൾഡേഴ്സ് ബാക്കപ്പ് എടുക്കണം എന്നുള്ളത് സെലക്ട് ചെയ്യുക. ക്യാമറയുടെ DCIM ഫോൾഡറിലുള്ള ക്യാമറ സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്പെസിഫിക് ഫോൾഡർ, അതായത് നിങ്ങളെ പഴയ ഫോട്ടോസൊക്കെ സിസ്റ്റത്തിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫോണിലേക്കോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും മാറ്റിയിട്ട് ആ ഫോൾഡറും സെലക്ട് ചെയ്യിപ്പിക്കുക. എന്നിട്ട് വൈഫൈയോ അല്ലെങ്കിൽ ഡാറ്റ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുക ഹൈ ക്വാളിറ്റിയിൽ. ബെസ്റ്റ് അല്ല, ഹൈ ക്വാളിറ്റിയിൽ. അപ്പോൾ ജൂൺ വരെ ടൈമുണ്ട്. അപ്പോൾ ഇതൊക്കെ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ നിന്നോളൂ, അതൊന്നും എവിടെയും പോകില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും സമയമുണ്ട്. ഈ ഗൂഗിളിൻ്റെ ബാക്കപ്പ് ഫീച്ചർ, അതായത് ഫ്രീ ആയിട്ടുള്ള ക്ലൗഡ് സ്റ്റോറേജ് ഫീച്ചറിനെ മാക്സിമം മുതലെടുക്കാൻ. അപ്പോൾ നിങ്ങൾ ഇപ്പോഴെങ്കിലും യൂസ് ചെയ്യുക, സമയമുണ്ട് ജൂൺ വരെ. അപ്പോൾ ഉപകാരമായിക്കോട്ടെ വെച്ചിട്ട് ഞാനിപ്പം തന്നെ അറിയിച്ചതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യുക. ചാനലിലേക്ക് പുതിയ ആൾക്കാരാണെങ്കിൽ മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.